സർ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ബ്രസീലിൽ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം കുറച്ച് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ രാജ്യങ്ങളാണ്. ഈ ചെറിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക, ആ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഉന്നമനം ഇന്ത്യക്ക് ഉണ്ടാകുമോ? പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം ഉൾപ്പെടെ നമ്മുടെ നാട്ടുകാരെ പറയുന്നത് പുള്ളി ടൂറിന് പോവുക. അപ്പൊ അതിനുശേഷം ഇപ്പൊ നമുക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ അത് എല്ലാ രീതിയിലും വന്നു തുടങ്ങി. കാരണം ഇന്ത്യ എന്താണെന്ന് പഠിക്കുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് ഇപ്പോഴും വെളിയിൽ നിന്ന് എന്തുണ്ടായി ചോദിക്കും. അപ്പൊ ഇദ്ദേഹം ഈ വളരെ വലിയൊരു നയതന്ത്ര വിദഗ്ധനാണെന്ന് പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഒരാടെ നിന്ന് 100 രൂപ കിട്ടുന്നതിനെക്കാട്ടി നല്ലത് 10 പേരുടെ നിന്ന് 10 രൂപ വെച്ചാകുമ്പോഴും 100 രൂപയാവും. അപ്പൊ ഒരുത്തൻ ഈ 100 രൂപക്കാരൻ അങ്ങ് മുടക്കിയാൽ നമുക്ക് ആ 9 രൂപ 90 രൂപ 10 പേരുടെ കയ്യിൽ 100 രൂപ മേടിക്കുന്നെങ്കിൽ നമുക്ക് ഒരുത്തൻ മുടക്കിയാൽ നമുക്ക് 90 രൂപ കിട്ടും. ഈ ഒറ്റ ഒരുത്തൻ മാത്രമേ ഉള്ളെങ്കിൽ അവൻ മുടക്കിയാൽ 100 രൂപയും പോകും. അതാണ് പുള്ളിയുടെ ഒരു നയതന്ത്രം എന്ന് നമുക്ക് വിചാരിക്കാം, നമ്മുടെ ഒരു രീതി. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം സഞ്ചരിച്ച് ഏതാണ്ട് 4-5 രാജ്യങ്ങൾ ബ്രിക്സ് അല്ലെങ്കിൽ ബ്രസീൽ ഉൾപ്പെടെ 4-5 രാജ്യങ്ങൾ സന്ദർശിച്ചു. അതിൽ ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. അതായത് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത രാജ്യം. അതിനകത്ത് ഏറ്റവും ആദ്യം സഞ്ചരിച്ചത് ഈ പറയുന്നത് പോലെ ഗാന എന്ന് പറയുന്ന രാജ്യം. എനിക്ക് തോന്നുന്നു അതിന് 30 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിയോട് അവിടെ വലിയ സ്വീകരണമായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ഈ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന കയറ്റുമതി ചെയ്യുന്ന രാജ്യം. അവിടെ നമുക്ക് ഇരിക്കുന്ന സ്വർണം നമ്മുടെ ഇവിടെ ഇറക്കുമതി എത്തിച്ചിരുന്നു. ഭയങ്കരമായിട്ട് ഇക്കണോമിക്കലി ഭയങ്കര ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം പോയ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ട്രിനാ ട്രിനോഡോ ട്രബാഗിയോ എന്ന് പറയുന്ന ഒരു ഐലൻഡ്, ദ്വീപ്, 2 ദ്വീപുകളാണ്. ഈ ദ്വീപുകളിൽ അദ്ദേഹം സന്ദർശിക്കുന്നു. വലിയ സ്വീകരണമാണ് അവിടെ കിട്ടിയത്. അപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ സ്വീകരണം കിട്ടിയില്ലെന്നുള്ളതല്ല, ഇദ്ദേഹം ഈ ഈ ദ്വീപ് എടുത്ത് സഞ്ചരിച്ചു, അവിടെ പാർലമെന്റിൽ പ്രസംഗിച്ചു. ഈ ദ്വീപിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് നേരത്തെ ബ്രിട്ടീഷ്, ലോകം മൊത്തം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു, കോളനിവൽക്കരിച്ചിരിക്കും. ഇതും അവരുടെ കീഴിലായിരുന്നു. അപ്പൊ അതിന്റെ 62 ശേഷം അവിടെ സ്വാതന്ത്ര്യം പ്രാപിക്കും. അതിന് ശേഷം കുറെ കാലം കൂടെ കഴിഞ്ഞ് റിപ്പബ്ലിക് ആവുകയൊക്കെ ചെയ്തപ്പോൾ, അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടുന്ന് പണി ചെയ്താൻ അവിടെ പോയിരുന്ന ഇന്ത്യക്കാർ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു. ഏതാണ്ട് 6 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യക്കാർ ഏതാണ്ട് വളരെ കൂടുതലായിട്ടുള്ള സ്ഥലം, ഏതാണ്ട് 45% ഇന്ത്യൻ വംശജർ ഉള്ള സ്ഥലം. അതായത് അവിടെ ഇപ്പൊ ഭരിക്കുന്നത് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇന്ത്യൻ വംശജരാണ്. അതായത് അവർ രണ്ടും സ്ത്രീകളുമാണ്. ഈ പറയുന്ന ബീഹാറിലെയും അല്ലെങ്കിൽ മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും സംസ്കാരവും ഭാഷയും ഉപയോഗിക്കുന്ന ഒരു രാജ്യം, അതായത് ശരിക്കും ഒരു ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യക്കാരെ അവിടെ ഭരിക്കുന്ന ഇന്ത്യൻ വംശജർ. അപ്പം ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് ഈ പറയുന്ന മിനറൽസിന്റെ ഒരു, അറിയാമല്ലോ, എല്ലായിടവും ഇല്ലാത്തൊരു സാധനം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ അത് ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇവിടെ ഇപ്പം കരിമണൽ അറിയാതെ കരിമണൽ അങ്ങോട്ട് തുടങ്ങുമ്പം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും മുതലാളി ഏൽപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സമരം ചെയ്യും. അപ്പൊ ഇവിടെ ഉള്ള മിനറൽസ്, ഏറ്റവും കൂടുതൽ മിനറൽസ് ലോകത്ത് കിട്ടാത്ത മിനറൽസ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു രാജ്യം ഇന്ത്യയിൽ അത് ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. നരേന്ദ്രമോദി അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നതിനെ പറ്റി വ്യക്തത വരുത്തി എനിക്ക് പറയാൻ അറിയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഉള്ള സാധനം നമുക്ക് ഖനനം ചെയ്യാം. ഇപ്പൊ ഇല്ലാത്ത ഒരു സാധനം ഇപ്പം ബലൂചിസ്ഥാനിലുണ്ട് ഇതുപോലെ മിനറൽസ്. അതുകൊണ്ടാണ് അവിടെ കണ്ടുവച്ച് പാകിസ്ഥാൻ കൂട്ടുപിടിച്ച് അമേരിക്ക അവിടെ ഇപ്പം ഖനികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ചൈന കണ്ടമാനം പൈസ മുടക്കി. അതുപോലെ മിനറൽസിന്റെ ധാതു സമ്പത്തുകൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഈ ദ്വീപ്. അപ്പൊ അതിന്റെ കയറ്റുമതിയൊക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പോകുന്നതിനകത്ത് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ കാണുമെന്നുള്ള ഉദ്ദേശിച്ചാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ഈ നമ്മൾ പറഞ്ഞു വന്നത്, ഇദ്ദേഹം സന്ദർശിക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്ത് പോയി ആ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കി ആ രാജ്യത്തിനകത്തു നിന്ന് ആ രാജ്യത്തിന് നമ്മൾക്ക് വേണ്ടത് സ്വീകരിക്കുകയും നമ്മളുടെ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ മേഖലയിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള കരാറുകളിൽ ഒപ്പിട്ട് വലിയൊരു എക്കണോമിക്കൽ ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കുന്നു. കൂടാതെ ഒരു സോഫ്റ്റ്വെയർ പവർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ചെന്നപ്പോൾ, ഈ നരേന്ദ്രമോദി അവിടെ ചെല്ലുമ്പോൾ
ഈ പറയുന്ന ഇന്ത്യൻ വംശജർ അവിടെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ബന്ധുക്കള് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് കാണാതിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അവരുടെ ആ ഒരു ബന്ധവും നമ്മൾ പറയത്തില്ല ഞങ്ങളുടെ രക്തബന്ധമാണെന്നൊക്കെ പറഞ്ഞു, അതുപോലെ ഇന്ത്യയായിട്ടുള്ള ഒരു ബന്ധം അവിടെ കിടക്കുക. അപ്പൊ ഇന്ത്യക്ക് അവിടെ അവർക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഐക്യം, ആ ഐക്യം ഈ പറയുന്നത് പോലെ ലോക രാജ്യങ്ങൾ എല്ലാം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കീഴിൽ, ഇപ്പൊ അമേരിക്ക ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അവന്റെ കീഴിൽ, ചൈന ആഗ്രഹിക്കുന്ന പറഞ്ഞ എല്ലാ രാജ്യങ്ങളും അവന്റെ കീഴിൽ, റഷ്യ ആഗ്രഹിക്കുന്ന പറഞ്ഞ എല്ലാ രാജ്യങ്ങളും അവന്റെ കീഴിൽ. അവരൊക്കെ ആഗ്രഹിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ മസില് പിടിച്ച് അല്ലെങ്കിൽ പേടിപ്പിച്ച് അല്ലെങ്കിൽ വേദെങ്കിലും ചെയ്തെങ്കിൽ പെടുത്തി അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം ഇന്ത്യ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന ഒരു നയതന്ത്രം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നമ്മളുടെ താല്പര്യത്തിന് അനുസരിച്ച് സ്നേഹത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഇല്ലായ്മക്കാരനെ സഹായിച്ച് അവന്റെ പ്രതിസന്ധികൾ അവന്റെ കൂടെ നിന്ന് അവന്റെ പ്രശ്നങ്ങളിൽ അവന്റെ കൂടെ നിന്ന് പോകുന്ന ഒരു രാജ്യമായിട്ടാണ്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ നമ്മുടെ കൂടെ വന്നു. അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ താലിബാന്റെ രീതികളെ അംഗീകരിക്കാൻ അല്ലാതിരുന്നു. എന്നിട്ട് പോലും അവിടെ പട്ടിണി കിടന്ന താലിബാന് ഗോതമ്പ് കൊടുത്തു, അവിടെ മരുന്നില്ലാത്ത താലിബാന് മരുന്ന് കൊടുത്തു, അവനെ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് അവനെ സഹായിച്ചു, അവനെ ഉപയോഗിച്ച് നമ്മളെ അടിക്കാമെന്ന് വെച്ചവനെ ഇപ്പം അവൻ ചെന്ന് അടിക്കുന്ന ഒരവസ്ഥ. പാകിസ്ഥാന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ താലിബാനെ ലോകത്ത് എല്ലാരും തള്ളി പറഞ്ഞപ്പോൾ ഇന്ത്യ അവനെ സഹായിച്ചു, അവന് വേണ്ടതെല്ലാം കൊടുത്തു. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ അംഗീകരിച്ചില്ല. ഇന്നലെ റഷ്യ അംഗീകരിച്ചു. അപ്പൊ ഞാൻ ഈ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 140 കോടി ജനമുള്ള ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഇന്ത്യക്ക് വെളിയിലുള്ള നമ്മൾക്ക് അറിയാവുന്ന കണക്ക്, ഇപ്പോൾ ഉള്ള കണക്ക്, വെളിയിലുള്ള ആൾക്കാരുടെ കണക്കിന് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഏതാണ്ട് 3.5 കോടി ജനം വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ഏതാണ്ട് 5 രാജ്യം ഭരിക്കുന്നത്, ഇതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ, മൗറീഷ്യസ് ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾ ഭരിക്കുന്നത് ഇന്ത്യൻ വംശജരാണ്. ഈ 5 രാജ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ 50% പുറത്ത് ഉള്ളത് ഇന്ത്യൻ വംശജരാണ്. അപ്പൊ ഈ 5 രാജ്യങ്ങളുടെ ഞാൻ മുമ്പേ പറഞ്ഞുള്ള അവസ്ഥ എന്താ? ശരിക്കും 5 ഇന്ത്യ, 5 മിനി ഇന്ത്യ. ഇത് നമ്മുടെ സംസ്കാരവും നമ്മുടെ രീതിയും നമ്മളോട് താല്പര്യം ഒക്കെ വെച്ച് വളർത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കണക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു കണക്ക് വെച്ച് പറഞ്ഞാൽ, ഇപ്പം UAE ഏതാണ്ട് 35 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. UAE, അതായത് 35 ലക്ഷം ഇന്ത്യ, 40% ഇന്ത്യൻ. അവർക്ക് അവിടെ പിന്നെ നമുക്ക് ഭരണത്തിനകത്ത് ഇടപെടാനും അവിടുത്തെ പൗരത്വം ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മുടെ സംസ്കാരവും ഈ ആൾക്കാരെ കൊണ്ട് ആ രാജ്യത്തിനുണ്ടാവുന്ന ഗുണവും വെച്ചിട്ട് ഇന്ത്യയുടെ ഒരു വിധേയത്വം വരും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ അമേരിക്കയിൽ ഏതാണ്ട് 50 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. അമേരിക്കയിൽ ഏതാണ്ട് 30 കോടി ജനം കണ്ടുണ്ട്. അതിന്റെ 2% ഇന്ത്യക്കാരുണ്ട്. ഈ 50 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരാണ്. പണക്കാരെന്ന് പറയുമ്പം ഇക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുന്ന, പൈസ ഉള്ളവൻ അവിടെ ബിസിനസ് ചെയ്യുന്നവനെ അവിടുന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു രാജ്യം ഒരു കാര്യത്തിൽ നിൽക്കത്തില്ലല്ലോ. ഇപ്പൊ തന്നെ എല്ലാരും പറയും അമേരിക്ക പറയുന്നതെല്ലാം അനുസരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ അങ്ങനെയല്ല, തിരിച്ച് അമേരിക്കക്ക് ഇസ്രായേലില്ല നിൽക്കാൻ പറ്റത്തില്ല. അവരുടെ ആൾക്കാരുടെ സമ്പത്ത്, അവരുടെ ലോകക്രമം, ആർക്കും അറിയാത്ത രീതിയിൽ അവരുടെ ടെക്നോളജീസ്, ഇതെല്ലാം അമേരിക്ക വിട്ടാൽ വേറൊരുത്തൻ ഏറ്റെടുത്ത് ആ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്ത് ജൂതന്മാർ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളും അല്ലെങ്കിൽ അവരുടെ എക്കണോമിക്കൽ ഗ്രോത്ത് നിയന്ത്രിക്കാത്ത രാജ്യങ്ങളുമില്ല. ഇതെല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഇസ്രായേലിന്റെ പുറകെ നിൽക്കുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞ നമ്മൾ 2% വരുന്ന സമ്പന്നരായിട്ടുള്ള ബിസിനസ്സുകാരായിട്ടുള്ള ഇന്ത്യക്കാർ അമേരിക്കയിലുള്ളപ്പോൾ അവിടെ ഇലക്ഷൻ വന്നപ്പോൾ ട്രംപ് ഇവിടെ വന്ന് പറഞ്ഞ കേട്ടായിരുന്നല്ലോ, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിന്റെ രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതാന്നൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെ സൗദിയിലുണ്ട് 24 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. രണ്ട് 10% അവിടുത്തെ ജനസംഖ്യ വരുന്നു. മലേഷ്യയിൽ ഏതാണ്ട് 23 ലക്ഷം ഇന്ത്യക്കാരുണ്ട്, 8%. UK-യിൽ ഇതുപോലെ 20 ലക്ഷം ഉണ്ട്. അതുപോലെ കാനഡയിൽ ഏതാണ്ട് 20 ലക്ഷം ഉണ്ട്. അതുകൊണ്ട് കാനഡയിൽ അറിയാമല്ലോ, ട്രൂഡോയ്ക്ക് പറ്റിയ പണി ഇന്ത്യക്ക് എതിരായിട്ട് നിന്നു. അവിടെ തിരിച്ച് അതിനകത്തൊരു സോഫ്റ്റ്വെയർ നടത്തി അവസാനം ഇപ്പം മനസ്സിലായി വീണ്ടും ട്രൂഡോയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിസഭ വന്നണക്ക പോലും ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്ന് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മൾ വിചാരിച്ചാൽ പല രാജ്യങ്ങളിലും ഭരണം അട്ടിമറിക്കാൻ പോലും കഴിയുന്ന രീതിയിലേക്കുള്ള ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരെന്നുണ്ട്. അതാണ് പല രാജ്യങ്ങളും നമ്മളെ അടുത്ത് പിണങ്ങി കഴിയുമ്പം ഈ പല രാജ്യങ്ങളും ആ പിണങ്ങിയ ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് ഭരണം പോകുന്നതിനും അല്ലെങ്കിൽ അതിനകത്ത് ആഭ്യന്തര കലഹം ഉണ്ടാകുന്നതിനും ഒക്കെ
അല്ലെങ്കിൽ ഉണ്ടാവുന്നതിനൊക്കെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഖത്തറിൽ ഏതാണ്ട് 28%, ഒമാനിൽ 17% ഇന്ത്യക്കാരുണ്ട്, കുവൈറ്റിൽ അവിടുത്തെ ജനസംഖ്യയുടെ 25% സിംഗപ്പൂരിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ജനസംഖ്യയുടെ 10% ഇന്ത്യക്കാരുണ്ട്. അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ 3%, മൗറീഷ്യസിലാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ 68 മുതൽ 70% വരെ ഇന്ത്യൻ വംശജർ അവിടെ ഭരിക്കുന്നത് ഇന്ത്യൻ വംശജരാണ്. അപ്പൊ ഫിജിയിൽ ഏതാണ്ട് 40% ഇന്ത്യൻ വംശജരുണ്ട്. അപ്പം ഗയാന സൗത്ത് അമേരിക്കയിലെ ഒരു ഭൂഖണ്ഡമാണ്, അവിടെയും ഇന്ത്യൻ വംശജർ ഏതാണ്ട് 30 വളരെ വലിയ വലിപ്പത്തിലുണ്ട്. അതുപോലെ സുനീനാം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അവിടെ ഏതാണ്ട് 30% ഉണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞത് 3.5 കോടി മുമ്പേ പറഞ്ഞതിനകത്ത്, ഒരു 2 കോടിക്കകത്ത് വരുന്ന ജനങ്ങളും പല രാജ്യങ്ങളിലും ഇന്ത്യൻ വംശജരായിട്ട് നിന്നിട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രാപ്തമായിട്ട്, അതായത് നമ്മൾ പറയുന്നത് ജിയോ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ലോകത്ത് പല രാജ്യങ്ങളിലും പൊളിറ്റിക്സ് എങ്ങനെ വേണം എന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്ത്യൻ വംശജരുണ്ട്. അപ്പൊ മുമ്പ് ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പൊ തന്നെ ഈ ഈ ഈ ദ്വീപിൽ, അല്ലെങ്കിൽ ഈ ദ്വീപിൽ നരേന്ദ്രമോദി ചെല്ലുന്നു, സ്വീകരിക്കുന്നു, അവിടുത്തെ ഭരണാധികാരി പ്രസിഡന്റും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജരാകുന്ന ഒരു സ്ത്രീകളാവുന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇന്ത്യയുടെ സ്വാധീനം, ഇന്ത്യൻ വംശജരുടെ സ്വാധീനം വെച്ചിട്ട് ഇന്ത്യയുമായിട്ട് അവർക്ക് വീണ്ടും 6 പതിറ്റാണ്ട് കഴിഞ്ഞിടക്കുകയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി മോദി ശ്രമിച്ചു. അവർക്ക് ICI കാർഡ് കൊടുക്കുന്നതിന് വേണ്ടി മോദി തീരുമാനിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി, ഓവർസീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാർഡ്. അപ്പം ഈ ഒരു കാര്യം വെച്ച്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ, അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലോകത്തെ നിയന്ത്രിക്കാൻ പ്രാപ്തമായിട്ട് ഇന്ത്യക്കെതിരെ ഒരു രാജ്യം നീങ്ങിയാൽ ആ രാജ്യത്തിനകത്ത് കടന്നു കയറി, ഇപ്പം ഇസ്രായേലൊക്കെ ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിനെതിരെ അവരുടെ രാജ്യത്തിനെതിരെ വന്ന അവനടുത്ത മിസൈൽ എടുത്ത് തലയിലിട്ടു. നമ്മൾ ആദ്യമേ മിസൈൽ വിടാറില്ല, ഒരു 100 വട്ടം സംസാരിക്കും, 100 വട്ടം ശ്രമിക്കും, ഏറ്റവും അവസാനം ഈ പാകിസ്ഥാനിന്റെ കൂട്ടുള്ള തോന്നിവാസം കാണിച്ചാൽ മാത്രമേ നമ്മൾ ആ രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും മിണ്ടത്തില്ല. ഇപ്പൊ തുർക്കിക്ക് കിട്ടുന്ന പണി പോലെയും, നേരത്തെ ഈ പറയുന്ന മാലിദ്വീപിന് കിട്ടിയ പണി പോലെയും, അതുപോലെ മലേഷ്യക്ക് കിട്ടിയ പണി പോലെയും ഒക്കെ പണി കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഇന്ത്യക്ക് വെളിയിൽ, 140 കോടി ജനമുള്ള ഇന്ത്യക്ക് വെളിയിൽ ഈ പറയുന്നതിൽ ഒരു 5 ഇന്ത്യ, ഒരു 6 ഇന്ത്യ ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ലോക നിലവാരത്തിൽ ഇന്ത്യൻ വംശകർ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അമേരിക്കയിൽ ഇപ്പൊ ട്രംപ് ഭരണകൂടത്തിനകത്ത് എത്ര ഇന്ത്യൻ വംശജരുണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ? നേരത്തെ അറിയാമല്ലോ, കമല ഹാരിസ് നമ്മുടെ ഇന്ത്യൻ വംശജ, അവര് ആയിരുന്നു ഇപ്രാവശ്യം ട്രംപിനെതിരെ മത്സരിച്ചത്. അത് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന ഇന്ത്യൻ വംശജയായിട്ട് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് നാളെ കാലത്ത് ഇന്ത്യക്ക് മൊത്തമായിട്ട് അമേരിക്ക ഇളക്കിക്കൊണ്ട് തരുമെന്നല്ല, പക്ഷെ അതിനകത്ത് ഒരു ചെറിയ മമതയും കാര്യങ്ങളും ഒക്കെ, ഇന്ത്യയുടെ ചില താല്പര്യങ്ങളോ അല്ലെ സംസാരങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പം ഇദ്ദേഹം സന്ദർശിക്കുന്നത്, കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ ചെന്നിട്ട് ആദ്യത്തെ രാജ്യത്ത് സന്ദർശിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു കരച്ചിൽ പറഞ്ഞു, ഏഷ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിനും ലോകത്തിനും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അത് ട്രംപിനിട്ടൊരു അടിയാകട്ടോ. ഇപ്പൊ നമ്മുടെ വ്യാപാര കരാറൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വ്യാപാര കരാറൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, 9 തീയതിക്ക് മുമ്പ് ഇന്നത് നടത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്നും നടത്തത്തില്ല, നമുക്ക് നടത്താൻ പറ്റുന്നതൊക്കെ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് നടത്താൻ പറ്റുന്നതൊക്കെ നടത്തത്തുള്ളൂ. അത് ഇന്ത്യയുടെ തീരുമാനം, അതാണ്. അത് ട്രംപിന് പിന്നെ മനസ്സിലാവും. ഞാനീ പറഞ്ഞത്, ഇപ്പം ഈ ഒരു സിസ്റ്റം, അതായത് നമ്മളുടെ കീഴിലേക്ക് ലോകത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ സാധിക്കും. കാരണം എല്ലാവരും ചോദിക്കും, ചൈനയിലാണല്ലോ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. ചൈനയൊന്നും നമ്മുടെ കൂട്ട്, അവരുടെ ആൾക്കാർ ലോകത്തിൽ ഇത്രയില്ലേ. നമ്മൾ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റഷ്യ ഉണ്ട്. റഷ്യ, ചൈന ഏതാണ്ട് 4മോ 5മോ വരും. അപ്പം നമ്മുടെ വംശകർ ലോകത്തുടനീളം ഉള്ളതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ആ രാജ്യത്തെ എല്ലാം നിയന്ത്രിക്കുന്നതിന്, അല്ലെങ്കിൽ ആ രാജ്യത്ത് സ്വാധീനം ഉറപ്പിക്കുന്നതിന്, ആ രാജ്യത്തിനകത്ത് ഇത്തരത്തിൽ ആൾക്കാർ, അമേരിക്കയിലുള്ളതുപോലെ ബിസിനസ്സുകാരും വലിയ കക്ഷികളുമായിട്ടൊക്കെ, മിക്കവാറും ഈ പോയവരെല്ലാം വലിയ ബിസിനസ്സുകാർ. എന്തിനാ പോകുന്നത്? അവിടെ പോയി ജോലിക്ക് പോയിട്ടുള്ളതായിരിക്കും. അതിനുശേഷം അവൻ അവിടെ നിന്ന് വളർന്ന് വലുതായി വലിയ ബിസിനസ്സുകാരനൊക്കെയാവും. അപ്പൊ ആ രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുന്ന രീതി വരുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ വരെ ആലോചിക്കും, അവര് ഇന്ത്യൻ വംശജരാ, ഇന്ത്യയെ കൂടുതൽ കയറി ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അവർ നമ്മൾക്കെതിരെ തിരിഞ്ഞാൽ നമുക്ക് കുഴപ്പം വരും. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു സോഫ്റ്റ് പവർ, ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ലോകത്തുടനീളം ഉണ്ടാവുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ സോഫ്റ്റ് പവറിന്റെ കെയർ ഓഫിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യയുടെ ശാഖകൾ, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ഇന്ത്യകൾ ലോകത്തുടനീളം ഉണ്ട് എന്ന് വിചാരിക്കേണ്ടി വരും. അത്തരത്തിലൊരു നയതന്ത്ര ബന്ധവും അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സും ഒക്കെ ആയിട്ടാണ് ഈ പറയുന്ന നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയതിനു ശേഷം
ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം ഈ കൊച്ചു രാജ്യമായിട്ടുള്ള, ആർക്കും അറിയാൻ വയ്യാത്ത, നമ്മൾ പോലും ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കേട്ടിട്ടില്ലാത്ത ഈ രാജ്യങ്ങളിലുള്ള സന്ദർശനം. അതിനകത്ത് പല ഉദ്ദേശങ്ങളുണ്ട്. ഈ സോഫ്റ്റ് പൊളിറ്റിക്സും, അല്ലെങ്കിൽ നമുക്ക് ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത്, നമ്മുടെ കയറ്റുമതി ഇറക്കുമതി, നമ്മുടെ പ്രതിരോധ മേഖലയിലുള്ള വളർച്ചയൊക്കെ ഏതൊക്കെ രീതിയിൽ ആ രാജ്യത്തെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് നമുക്ക് പ്രയോജനം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പോക്കായിട്ടാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതും അങ്ങനെ തന്നെയാണ് വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാർ പറഞ്ഞതിൽ നിന്ന് മോദി സന്ദർശിക്കുന്നത് ചെറിയ രാജ്യമാണോ വലിയ രാജ്യമാണോ എന്നുള്ളതല്ല, സാർ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കൊച്ചു കൊച്ചു ഇന്ത്യകൾ പലയിടങ്ങളിലായി ഉണ്ടാകുന്നു. അത് ഇന്ത്യക്ക് ഒരു ഗുണകരമായ രീതിയിൽ തന്നെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.